ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളിയടക്കം ചൊല്ലി. പുതുമഞ്ഞു തുള്ളിയിൽ വാർമഴവിൽ ഉണർന്നേ പോയി. ഇന്നു കനവിലഴകിൻ്റെ മധുരമൊഴുകിയ മഹോഹാലസ്യം, ഒരു സ്നേഹാലസ്യം. ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളിയടക്കം ചൊല്ലി. ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല രാധേ. ഓ, അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. വിക്രമൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലും എനിക്ക് ആ പഴയ രാധയായിട്ടേ പെരുമാറാൻ കഴിയും. വിക്രമന്റെ ഒരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അറിയാലോ, അന്ന് അപകടം ഉണ്ടായപ്പോഴേ ഞാനേ ഉണ്ടായിരുന്നോളൂ ആശുപത്രി കൊണ്ടുപോകാൻ. അതുകൊണ്ടാണല്ലോ ഞാൻ ആശുപത്രിയിലാണെന്നുള്ള വിവരം ആരെ അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചത്. ശരി, ഞാൻ പോട്ടെ. വിക്രമേണ്ട, ഒന്നും പറ്റിയില്ലല്ലോ, അത് പറഞ്ഞിട്ട് പോകും. എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലേ നീ എന്നെ ഇങ്ങനെ കാണോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ചോദ്യം വേണ്ട. വിക്രമേട്ടനല്ല, പിന്നെ അവൾക്ക്. ആർക്ക്? വേറെക്കോ? വേറെ ആരാ ആ മുറിയിലുള്ളത്? അവൾക്ക് ശരീരമാസകലം പൊള്ളലേറ്റെന്ന് പറഞ്ഞാൽ നീ ഹാപ്പി ആവോ? വിക്രമേട്ട, എന്താ ശരിയല്ലേ? കാര്യം എനിക്ക് അവരുടെ ദേഷ്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റണമെന്ന് ചിന്തിക്കാൻ മാത്രം ക്രൂരൊന്നും അല്ല ഞാൻ. നല്ലത്. എന്നാൽ അവർക്കൊന്നും പറ്റിയില്ല. കുറെ സമയത്ത് ഞാൻ തന്നെ എത്തി അവളെ പോയി പുറത്തേക്ക് കൊണ്ടുപോകും. പാവം അതിനുള്ളിൽ പേടിച്ച് ബോധം കിടക്കായിരുന്നു. അല്പം വൈകിയെങ്കിലും നീ വിചാരിക്കുന്ന പോലെയൊക്കെ സംഭവിച്ചു. അപ്പൊ കാര്യങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതിയല്ലോ. ഇനിയും പോട്ടെ. അയ്യോ, വിക്രമന്റെ കൈ പൊള്ളിയിട്ടുണ്ടല്ലോ. ആ സാരമില്ല, പോട്ടെ. എത്ര വലിയ അപകടമാണെങ്കിലും അവസാന സമയത്ത് അവള് രക്ഷപ്പെടും. എന്തൊരു ആയുസാണ് ഭഗവാനെ. ഓ, ചത്ത വിട്ടം പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഭരിക്കുന്നില്ലല്ലോ ഈശ്വരാ. അവനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഓടൊക്കെ ആദ്യം മാറ്റണം. അവിടെ ആ സൈഡ് ഫുള്ള് മാറ്റിയിട്ട് ഇവിടെ